ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കുർത്തിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ നമുക്കൊരു ഡിസൈനിങ് ഒക്കെ ചെയ്യാമെന്നുള്ള ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പോർഷനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പോർഷനായിട്ട് ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ കുർത്തിയൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ മാത്രം ഉണ്ടാവില്ലേ, ഫ്രണ്ട് പാർട്ട് അല്ലെങ്കിൽ ബാക്ക് പാർട്ട് ഉണ്ടാവില്ല. ബാക്ക് പാർട്ട് നമ്മളൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ഈ ഡിസൈനിങ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. ബാക്കി കാല് ഭാഗം വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വരച്ച് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് 4 ഇഞ്ച് വിട്ടിട്ടാണ് ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫസ്റ്റ് നമ്മൾ എത്രയാണോ കൊടുത്തത് ആ ഇഞ്ചിന് ഒരു 4 ഇഞ്ച് വിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ സെൻറ്ററിലുള്ളത് നന്നായിട്ട് താഴത്തേക്കായിട്ട് നിൽക്കും, ബാക്കിയുള്ള പോർഷനൊക്കെ ഇങ്ങനെ ലെങ്ത്ത് കുറഞ്ഞിട്ട് വരുന്നൊരു മോഡലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇപ്പോൾ ഓരോ ഇഞ്ച് വിട്ടിട്ട് പെട്ടെന്ന് ചെറുതാവുന്ന ആ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 4 ഇഞ്ച് വിട്ടിട്ട് അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് വരച്ച് വെക്കുന്നത് ഓരോന്നും 4 ഇഞ്ച് വിട്ടിട്ട് ഓരോ അര ഇഞ്ച് കുറച്ചിട്ടുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റിൽ നമ്മളൊരു 5-6 കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു 5.5, അതിന് ശേഷമുള്ളത് 5, പിന്നെ 4.5, പിന്നെ 4, 3.5, 3, 2.5, 2 അങ്ങനെ കുറച്ച് പോകട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇതിലൂടെയാണ് പിന്നെ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉഷ ജാനോമിൻ്റെ ഒക്കെ മെഷീനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആവും. അതിൽ ഒരുപാട് സ്റ്റിച്ചിങ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം നോർമൽ മെഷീനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നൂല് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ നോർമൽ സ്റ്റിച്ചിൻ്റെ മുകളിലൊരു വേറെ ടൈപ്പ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്താലും രസം ഉണ്ടാവും. എന്നാലും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെഷീനിലാണ് കേട്ടോ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവാം. മറ്റേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, എന്നാലും ഭംഗി ഉണ്ടാവും കേട്ടോ. വേറെ കളർ നൂലൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അതും ഭംഗി ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റിച്ചിങ്ങാണ് ഇതിൽ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക, ബാക്കി കുറേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നുള്ളൂ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. പിന്നെ കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ മാർക്കിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത് ഇതിൽ നമ്മുടെ ഡിയിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം, മെഷീനിൽ എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ലെങ്ത്ത് കുറഞ്ഞ് 3.5, അത് പിന്നെ 2.5 ആയി, പിന്നെ അങ്ങനെ ആ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ നമ്മൾ ഇതേപോലെ എൻഡിലും ഇതേപോലെ തന്നെ 2.5 ആണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നെക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ സ്ലീവിനാണെന്നുണ്ടെങ്കിലും നെക്കിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതേപോലെ തന്നെ ഡിസൈനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ചുരിദാറൊക്കെ കാണാൻ. വെറും പ്ലെയിനിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ അടിപൊളിയാവും കേട്ടോ. അപ്പം നമ്മൾ വരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിൽ സെലക്ടർ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നോക്കാം കേട്ടോ. സെലക്ടർ നമ്മൾ ഫസ്റ്റ് എസ് മൈനസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഡി ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. താഴത്തുള്ളതാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എസ് മൈനസിലേക്ക് ഇട്ട് കൊടുക്കാം, മറ്റേതാകുമ്പോൾ എസ് പ്ലസ്സിലാണ് നമ്മൾ ഇട്ട് കൊടുക്കൽ. അപ്പം ഡി ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ. ഡി ചെയ്യാതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുള്ള, കുറച്ചും കൂടി ഇങ്ങനെ സിഗ്സാഗിൽ തന്നെ കുറച്ചും കൂടി ഭംഗിയുള്ള ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഡി ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെലക്ടർ നമ്മൾ ഡിയിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. അങ്ങനെ സെലക്ടറൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സെൻറ്ററിലുള്ളത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക.
അത് ചെയ്തതിന് ശേഷം പിന്നെ താഴത്ത് സൈഡിൽ വരുന്നതൊക്കെ അതിനനുസരിച്ച് നമ്മൾ ലെങ്ത്ത് കുറച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല. ആവശ്യത്തിനുള്ളത് ആ ഒരു മോഡൽ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ സെൻറ്ററിലുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഇതാക്കിയിട്ട് പിന്നെ ഇതിപ്പോൾ 6 ഇഞ്ചൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ തൊട്ട് 3 ഇഞ്ചിലേക്ക് 2 സൈഡ് 3 ഇഞ്ച് കൊടുത്ത് പിന്നെ തൊട്ട് മുകളിൽ ഒരു 1 ഇഞ്ച് കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട ചെറിയൊരു ആ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് സ്റ്റൈലൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കുറച്ച് ലെങ്ത്തൊക്കെ കുറച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പാറ്റേൺ ആണ്. ഈ ഒരു നെക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ജസ്റ്റ് ക്രോസ് പീസോ അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിപ്പോൾ നെക്കിൻ്റെ മാത്രം ഡിസൈനിങ്ങിൻ്റെ മാത്രം ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സ്റ്റിച്ചിങ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ഫുള്ളായിട്ട് ലെങ്ത്തും കൊടുത്തിട്ടില്ല. ആ ഒരു പാറ്റേൺ ആ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭംഗിയിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്ലെയിൻ ടോപ്പാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പെയർ ചെയ്യുന്ന ഷോളോ അല്ലെങ്കിൽ അതിന് പെയർ ചെയ്യുന്ന പാൻറ്റിൻ്റെ ഒക്കെ കളർ നമ്മൾ ആ ടോപ്പിലേക്ക് നൂല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ ഒരു ഇതേ വർക്ക് നമ്മൾ ആ എംബ്രോയ്ഡറി കൊടുക്കുന്നത് ആ അത്തരത്തിലുള്ള കളേഴ്സ് അല്ലെങ്കിൽ മാച്ചായിട്ടുള്ള കളേഴ്സ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഭംഗിയായി തോന്നും. സെയിം കളർ ഇടുന്നതിനേക്കാളും നല്ലത് നമ്മളതിന് ചെയ്യുന്ന പാൻറ്റോ അല്ലെങ്കിൽ ഷോളോ അതിലെന്തെങ്കിലും പൂവോ കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാൽ വേഗം നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതേപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ അത്ര തന്നെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചെടുക്കുന്നെങ്കിൽ കുറച്ചെടുക്കാം. ആ രീതിക്കൊക്കെ നമുക്ക് ചെയ്യട്ടോ. ഈ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഒരു ബോക്സ് ടൈപ്പിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ബോക്സ് ടൈപ്പിൽ ഇതേപോലെ നമ്മൾ സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം ഉള്ളിൽ ഇതേപോലെ ഫുൾ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക. ഓരോരോ പാറ്റേൺ ഉണ്ട്, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടേ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നൂല് അതിന് മാച്ചായിട്ടുള്ള നൂല് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല നൂല് കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേ.